ഹായ് ഫ്രണ്ട്സ്, ഇതായിരുന്നു നെറ്റ്ലിങ്കിൻ്റെ HG323 DAC എന്ന 5G മോഡൽ 5Gയുടെ മോഡം. ഈ മോഡത്തിലാണ് ഇപ്പോൾ അവർ പുതിയൊരു അപ്ഡേഷനുമായിട്ട് ഇറക്കിയിട്ടുണ്ട്. നിലവിലുള്ള ഈ മോഡത്തിൽ പുതിയൊരു വെർഷനാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. നിലവിലുള്ള ഇവിടെ ഈ ഒരു മോഡത്തിൽ 2 ലാൻഡ് പോർട്ടുകളും ഒരു ഫോൺ പോർട്ടും അതുപോലെ തന്നെ 2.4 GHz 2 വൈഫൈ ആൻറ്റിനയും 5Gയുടെ ഒരു ആൻറ്റിനയുമാണ് നിലവിൽ ഈ മോഡത്തിലുണ്ടായിരുന്നത്. അവരുടെ ഈ ഒരു മോഡത്തിൻ്റെ പുതിയൊരു വെർഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നിലവിലുള്ള അവരുടെ ഈ മോഡത്തിൻ്റെ വെർഷൻ നോക്കാം. നിലവിൽ ഈ മോഡത്തിൻ്റെ കൂടെ ഒരു GPON ONT, ഒരു അഡാപ്റ്റർ, വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഒരു CAT5 കേബിളാണ് നിലവിലുണ്ടായിരുന്നത്. നമുക്ക് ആദ്യം തന്നെ നിലവിലുള്ള ഒരു 5G മോഡം ഒന്ന് അൺബോക്സ് ചെയ്യാം. നിലവിൽ അവരുടെ ഈ ഒരു 5G മോഡത്തിൻ്റെ പെട്ടിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മോഡം, അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ, അതുപോലെ യൂസർ മാനുവൽ, അതുപോലെ ഒരു CAT6, ഇത്രയുമാണ് നിലവിലുള്ള മോഡത്തിൻ്റെ 5G മോഡത്തിൻ്റെ ബോക്സിലുണ്ടായിരുന്നത്. നമുക്കതിന് 5G മോഡത്തിൻ്റെ ലൈറ്റ് ഇൻഡിക്കേഷനും ഡീറ്റെയിൽസുകളും എല്ലാം നോക്കാം. നമുക്ക് ഈ മോഡം ആദ്യം തന്നെ പുറത്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ 2 ആൻറ്റിന, മൊത്തത്തിൽ 4 ആൻറ്റിനയാണ് നമുക്കിവിടെ കാണാവുന്നത്. 2 ആൻറ്റിന 5Gയും 2 ആൻറ്റിന 2.4 GHz ഉണ്ടാവുക. നമുക്കത് തന്നെ ഇൻഡിക്കേഷൻ നോക്കാം. നമുക്കിവിടെ മുകളിൽ പവർ, PON, ലോസ്, വാൻ, LAN 1, LAN 2, 2.4G, 5G, ഫോൺ എന്നിങ്ങനെയുള്ള ഇൻഡിക്കേഷനുകളെല്ലാം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ മോഡത്തിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ MAC ID യും അതുപോലെ തന്നെ മോഡത്തിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും മറ്റ് ഡീറ്റെയിൽസുമാണ് ഉള്ളത്. ഇനി നമുക്ക് മോഡത്തിൻ്റെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ മറ്റ് ഇൻഡിക്കേഷൻ അല്ലാതെ മറ്റ് ഡീറ്റെയിൽസുകളൊന്നുമില്ല. മോഡത്തിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ മറ്റ് ബട്ടണുകളെല്ലാം വരുന്നത്. സൈഡിലുള്ള ബട്ടണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വൈഫൈ നമുക്ക് ഡിസേബിൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വൈഫൈ എനേബിൾ ഡിസേബിൾ ബട്ടൺ, ഒരു പെയർ ബട്ടൺ, അതുപോലെ തന്നെ ഒരു റീസെറ്റ് ബട്ടൺ. ഇത്രയും 3 ബട്ടണുകളാണ് ഈ ഒരു സൈഡിൽ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആൻറ്റിനയുടെ സൈഡിലായിട്ട് 5G എന്ന് എഴുതിയത് കാണാം. ഇതിൽ നിലവിൽ 2 ആൻറ്റിന 2.4 GHz 2 ആൻറ്റിന 5G GHz നൽകുന്നത്. ഈ സൈഡിൽ കാണുന്ന 2 ആൻറ്റിന അതാണ് നമുക്ക് 5Gയുടെ റേഞ്ച് നൽകുന്നത്. പിറകുവശം കാണുന്ന 2 ആൻറ്റിനയാണ് നമുക്ക് 2.4 GHz വൈഫൈ നൽകുന്നത്. നമുക്ക് ഈ മോഡൽ ഒന്ന് നേരെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 2 സൈഡിലായിട്ടും 5G എന്ന് എഴുതിയത് കാണാം. പിറകിലാണെങ്കിൽ 2.4. ഇതാണ് ഈ ഒരു ആൻറ്റിനയുമാണ് 5Gയുടെ ആൻറ്റിനയായിട്ട് വരുന്നത്. ഈ 2 ആൻറ്റിന, സൈഡിലുള്ള 2 ആൻറ്റിന. പിറകുവശത്തുള്ള ഈ ഒരു 2 ആൻറ്റിന 2.4 GHz ആണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത് 2.4ഉം സൈഡിലുള്ള 2ഉം 5Gയുടെ ആൻറ്റിനയാണ് ഉള്ളത്. ഇനി നമുക്ക് പുതിയ മോഡൽ ഒന്ന് കാണാം. ഇതാണ് നെറ്റ്ലിങ്കിൻ്റെ പുതിയ മോഡൽ, ഡ്യുവൽ ബാൻഡ് ONT എന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ 1200 Mbps വൈഫൈ സ്പീഡ് നൽകുന്ന മോഡമാണെന്ന് അവർ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് GPON-ലും EPON-ലും കമ്പാറ്റബിൾ ആണ്. അത്യാവശ്യം മറ്റു മോഡത്തിനേക്കാൾ ലേശം കൂടി ലുക്കുണ്ട്. അതുപോലെ തന്നെ ഇതിന് വൈഫൈയിൽ ഇപ്പോൾ 1200 Mbps വൈഫൈ സ്പീഡ് ലഭിക്കുന്നുള്ളവർ അവർ സെപ്പറേറ്റ് തന്നെ ഒരു മോഡത്തിൽ തന്നെ അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. മോഡം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. മോഡത്തിൻ്റെ പിറകിൽ ഇവിടെ നമുക്ക് മോഡത്തിൽ അവർ നിലവിലുണ്ടായിരുന്ന മോഡത്തിൻ്റെ അതേ സാധനങ്ങൾ തന്നെയാണ് ഇതിലുമുള്ളത്. ഒരു GPON ONT, ഒരു അഡാപ്റ്റർ, ഒരു വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഒരു CAT6 കേബിൾ, CAT5 കേബിൾ, ഇത്രയും തന്നെയാണ് നിലവിലുള്ള മോഡത്തിലും അവർ നൽകിയിട്ടുള്ളത്. നമുക്ക് മോഡത്തിൻ്റെ പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്യാം. മോഡത്തിൻ്റെ പെട്ടിയിൽ നമുക്കിവിടെ ഒരു 5Gയുടെ പുതിയ മോഡം കാണാം. പഴയ മോഡത്തിനേക്കാളും അത്യാവശ്യം ലുക്കൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനിപ്പോൾ 2 സൈഡിലായിട്ടുള്ള എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ ഒരു പോയിൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. യൂസർ മാനുവലും മറ്റ് ഡീറ്റെയിൽസുകളാണ് നമുക്കിവിടെ ഉള്ളത്. മോഡത്തിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ വളരെയധികം ഒരു അട്രാക്ഷൻ തന്നെ നൽകുന്നുണ്ട് മോഡം. നമുക്ക് മോഡത്തിൻ്റെ ഫ്രണ്ടിൽ സാധാരണ മറ്റ് മോഡത്തിലുള്ള അതേപോലെ തന്നെ ഇൻഡിക്കേഷനുകളും ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വൈഫൈയുടെ ബട്ടൺ, അതുപോലെ പെയർ ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ഇത്രയും ബട്ടണുകളാണ് സൈഡിലുള്ളത്. പഴയ മോഡത്തിലുള്ള പോലെ തന്നെ സൈഡിലായിട്ടുള്ള 2 ആൻറ്റിനയാണ് 5Gയുടെ ആൻറ്റിന. അതുപോലെ പിറകിലുള്ളത് 2.4 GHz ആൻറ്റിനയാണ് ഉള്ളത്. മറ്റു മാറ്റങ്ങളൊന്നും നിലവിൽ ഈ ഒരു മോഡത്തിന് വന്നിട്ടില്ല. സൈഡിൽ 5G എന്നുള്ള ഇൻഡിക്കേഷൻ പഴയ മോഡത്തിനുള്ള അതുപോലെ തന്നെ ഇതിലുമുണ്ട്. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു മാറ്റം തന്നെയാണ് പ്രധാനമായിട്ടും നൽകുന്നത്. അതുപോലെ തന്നെ വൈഫൈയിൽ നമുക്ക് 1200 Mbps വൈഫൈ സ്പീഡ് ലഭിക്കുന്ന എന്ന് അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5G ആൻറ്റിനയിലും 5G മാത്രമാണ് നമുക്ക് ഒരു 1200 Mbpsലെല്ലാം സ്പീഡ് ലഭിക്കുക. 2.4 GHz ഒരിക്കലും ആ ഒരു സ്പീഡ് ലഭിക്കില്ല. ഇതാണ് നെറ്റ്ലിങ്കിൻ്റെ പുതിയ 5G മോഡം. അതിലുള്ള 2 മോഡം, പഴയ മോഡം ഇതാണ്, പുതിയത് വരുന്നത് ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.